മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അത് ഏത് മത്സര പരീക്ഷയായാലും അത് SSC ആവാം, ബാങ്ക് ആവാം, PSC ആവാം, മറ്റേതെങ്കിലും ക്വാളിഫയിങ് എക്സാമിനേഷൻ ആവാം, ഏതിന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ക്വാളിറ്റീസ് വൈസ് നോക്കുമ്പോൾ ഒന്ന് ഡിറ്റർമിനേഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെനക്കെടുന്നത്, അത് നേടിയെടുത്തേ വിശ്രമമുള്ളൂ എന്നുള്ളൊരു തീരുമാനം. അതാണ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലും അവിടെ വിട്ടുവീഴ്ചയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോക്കസാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിൻഡ് ആക്ഷനാണ് ഫോക്കസ് എന്ന് പറയുന്നത്. എന്താണോ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റായോ അത് നേടിയെടുക്കുന്നത് വരെ വിശ്രമമില്ലാതെ ഒരു കാര്യം ചെയ്യേണ്ടത് മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. പലതിലേക്ക് മനസ്സ് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ നിന്ന്, ഈ ഫോക്കസിൽ നിന്ന് എന്ത് നമ്മൾ മാറ്റുന്നോ അതെല്ലാം ഡിസ്ട്രാക്ഷനാണ്. അതൊരു പക്ഷേ ഒരു ഇൻവിറ്റേഷൻ ടു എ പാർട്ടി ആവാം, ഒരു സിനിമയാകാം, മൊബൈൽ ഫോൺ ആകാം, എന്ത് വേണമെങ്കിലും ആവാം. അത് അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുക. കാരണം നമ്മൾ ടെസ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ, മോക്ക് ടെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് സ്കോർ കൂടുന്നില്ല, ഞാൻ കുറേ നേരം അധ്വാനിച്ചല്ലോ, എൻ്റെ സ്കോർ കൂടുന്നില്ല, ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തീരുമാനിക്കരുത്. എന്താണ് സംഭവിച്ചതെന്ന് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ ഒരിക്കലും സബ്ജക്റ്റീവായിട്ട് ഞാൻ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ വരുന്നുള്ളൂ എന്ന് ചിന്തിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യണം. എന്താണ് ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്? ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫലം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട പലപ്പോഴും പല ആൾക്കാരും, പഴയ ആൾക്കാരൊക്കെ പറയും ഓരോ പരാജയവും വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ചവിട്ടുപടി ആർക്ക് മാത്രമാണ്? പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നവർക്കുള്ളതാണ്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠനം ആരംഭിച്ചോളൂ. മത്സര പരീക്ഷ ഏതായാലും വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്.